അപ്പൊ രേണു ചേച്ചിക്ക് ഞങ്ങളുടെ വക ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. വല്ല ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് ഒന്നല്ല. അല്ല, എനിക്ക് സാധാരണ ഈ ഇന്റർവ്യൂലൊക്കെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഇനി വല്ല ഗിഫ്റ്റ് ആണോ? ഇതൊരു ഗിഫ്റ്റ് ആണ്. ചേച്ചിക്ക് ട്രോളുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കിട്ടിയ ഒരു ഗിഫ്റ്റ്. കാണാൻ തയ്യാറാണോ? പിന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നെ കാണാൻ തയ്യാറാണ്. അത് ഞങ്ങള് വിളിക്കാം ഗിഫ്റ്റിന്. ഗിഫ്റ്റ് നടന്നു വരുമോ? നടന്നു വരുന്ന ഒരു ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റാ? 1 2 പ്രതീക്ഷിക്കാം. ഈശ്വര, ഗിഫ്റ്റുകളുടെ പെരുമഴയോ? അപ്പം പിന്നെ വിളിക്കണം. ശരി, നമുക്ക് വിളിക്കാം. ഹായ്. അയ്യോ ദാസേട്ടാ, പ്രതീക്ഷേ എന്തൊക്കെയാണ്? എനിക്ക് വയ്യ. ഞാൻ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ചെയ്യണ്ട, ഞങ്ങള് കിട്ടി വരൂ. ശരിക്കും വയ്യ എന്റെ അമ്മേ. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇവർക്ക് ചെയർ കൊടുക്ക്. ചെയർ കസേര തരൂ, കസേര തരൂ. കുട്ടിച്ചാത്ത ഈ ഒരു ഫ്രെയിം ഇരുന്നിട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഞാൻ കുറച്ച് പറയാൻ വേണ്ടിട്ട് വന്നു. പറയാൻ വന്നാണോ? നമുക്ക് ഇരുന്ന് പറയാം. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സർപ്രൈസ്? അത് ഭയങ്കര സർപ്രൈസ്. കാരണം വെച്ചാൽ ഈ 3 പേരും ഈ ഒരൊറ്റ ഫ്രെയിമിൽ, അല്ലെങ്കിൽ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് ഇവർ രണ്ടും വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു, അത് നിങ്ങളുടെ ഭാഗ്യമോ ഞങ്ങളുടെ ഭാഗ്യമോ പ്രേക്ഷകരുടെ ഭാഗ്യമോ, ഞങ്ങൾ ചിലപ്പോൾ ഏറെ കയറുമായിരിക്കും. അത് പോട്ടെ, എന്തായാലും സന്തോഷം. ഈ ഒരു ഫ്രെയിം കാണാൻ തന്നെ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? വിവാദ നായികയുടെ 2 വിവാദ നായകന്മാർ ഇപ്പോഴും തുടരുന്നു. വിവാദം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചു, ഇവരോട് സംസാരിച്ചു. ഇനി ഇവരോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ദാസേട്ടാ, വെൽക്കം ടു ദ ഷോ. പ്രതീക്ഷേട്ടാ, വെൽക്കം ടു ദ ഷോ. അപ്പൊ ദാസേട്ടൻ വന്നപ്പോ തന്നെ പറഞ്ഞു കൊറേ കാര്യങ്ങൾ രേണുവിനെ പറ്റി പറയാനാ വന്നേക്കണേന്ന്. പുറം ലോകം അറിയാത്ത എന്ത് എങ്ങനെയായിരുന്നോ? അതായത് രേണു ഇപ്പം ജീവനോട് ഇരിക്കുന്നുണ്ടല്ലോ, ഇതിനൊരു കാരണമുണ്ട്. നമ്മളന്ന് ഒരു റീൽ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് 2 കറങ്ങല നമ്മൾ കറങ്ങിയത്, ചാന്ത് പൊട്ടി. 3ാമത്തെ കറങ്ങല് കറങ്ങാൻ ഡയറക്ടർ പറഞ്ഞു ഡ്രോൺ ആണ് മുകളില്, അടുത്ത ആരുമില്ല. രേണു എന്നോട് കറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു രേണു നീ കറങ്ങണ്ട, 3ാമത്തെ കറങ്ങിയ തെര കൊണ്ടുവന്നു, നിനക്ക് വെയിറ്റ് ഇല്ല. അന്ന് ഞാൻ തടഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ രേണുവിനെ കടൽ കൊണ്ടുപോകും. അതാ പറഞ്ഞു രേണു ഇപ്പം ജീവനോടെ ഇരിക്കുന്നതിന് എന്നോട് നന്ദി പറയണം. ആ തെരയിൽ ഇതിന് ശക്തി ഇല്ല. രേണു എന്റെ മുകളിൽ കിടന്ന ഉരുളും ഞാൻ അറിയുന്നില്ല, വെയിറ്റ് ഇല്ല, രേണുവിന് വെയിറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ അറിയുന്നില്ല. പക്ഷെ അടുത്ത ഇതില് തെര വന്ന് രേണുവിനെ കൊണ്ടുപോകും. ഡ്രോൺ മാത്രമേ മുകളിലുള്ളൂ, അടുത്ത് ആരില്ല. അവര് ദൂരെ മാറി നിൽക്കുവാണ്. വിശാലമായ കടല് ആലോചിക്കണം. ഒരു മനുഷ്യരില്ല പരിസരത്ത്. അവിടെ ദൂരെ മാറി ഫോട്ടോഷൂട്ടൊക്കെ നടക്കും. അപ്പൊ ഞാൻ തമാശ രൂപത്തിലാണെങ്കിലും സീരിയസ് ആയിട്ട് കാര്യം എന്താ വെച്ചാൽ അവിടെ 1 2 ഇത് വന്നാൽ ചിലപ്പോൾ പെട്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു റിസ്കി സംഗതിയിൽ ഞങ്ങൾ എടുത്തൊരു റീലാണ് ചാന്ത് പൊട്ടി. ആ റീല് എവിടം വരെ എത്തി നിക്കുന്നു ഇപ്പൊ. വെറുതെ എടുത്തതാണ് സത്യം പറഞ്ഞാൽ. അത് ഞാനിങ്ങനെ രേണുവിനോട് ഞാൻ സംസാരിച്ചു. രേണു പറഞ്ഞു ചേട്ടാ നമുക്ക് റീൽ എടുക്കാം. അപ്പൊ ഡിബിൻ രമണൻ ക്യാമറമാൻ പറഞ്ഞു ഇങ്ങനെ രേണു സുധി, ആ ദാസേട്ടാ രേണു സുധി അല്ലേ, സാധനം കത്തും എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ രേണു റീൽ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക ആണല്ലോ, രേണു ആണല്ലോ. അന്നും രേണുവിന്റെ ഇപ്പത്തെ നിലപാടുകൾ അന്നും ഉണ്ട്. ചില സംഗതി രേണു ഇങ്ങനെ ശക്തമായി പ്രതികരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ആ പ്രതികരണ ശേഷിയുള്ള രേണു, കൊല്ലം സുധീന്റെ വൈഫായ രേണു ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ചെയ്യുമ്പോൾ അത് സാധനം കത്തും. ഞങ്ങള് പ്ലാൻ ചെയ്ത് ഞാൻ ആ രേണുവിനെ സജസ്റ്റ് ചെയ്ത്, അവനും ഇഷ്ടപ്പെട്ടു, ഡിബിൻ രമണനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഏത് പാട്ട് വേണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രാവിലെ ഓഫീസിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി കാറിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ FM-ല് ഈ ഒരു പാട്ട് കേൾക്കുന്നത്, ചാന്ത് കുടഞ്ഞൊരു. അതൊരു നിമിത്തമാണ് ആ ചാന്ത് കുടഞ്ഞൊരു സൂര്യം. കാരണം ഞങ്ങൾ 2 ചേട്ടൻ കാറിൽ വരുന്ന ഇത് കേൾക്കുന്നു, ഞാൻ സ്ക്രോൾ ചെയ്ത്, ഞങ്ങൾക്ക് റീൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, ഞങ്ങൾ 2 തപ്പുവാണ് ചെയ്യാലോ. ചേട്ടാ ഇത് തന്നെയാണ് ചാന്ത് കൂടെ ഞാൻ പറയാൻ വന്നത്. ഭയങ്കര ഒരു നിമിത്തം പ്ലാൻ ചെയ്തു, സംഗതി സെറ്റാക്കി, അടിപൊളി റീൽ അല്ലേ. രേണു നല്ലൊരു ചാന്ത് പൊട്ടിൽ ഗോപികെട്ട കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നു. ഞാനൊരു ജുബ്ബയൊക്കെ ഇട്ട് വന്നു. കടല് കണ്ട് ഉരുണ്ട്. ഞാൻ ഫേസ്ബുക്കിലാണ് ഫസ്റ്റ് കണ്ടത്. അതില് കമന്റ്, അപ്പൊ ഞാൻ ഫുൾ കമന്റ് നോക്കുന്നത്. അതില് കമന്റില് ഇതാണ്ടാ കടപ്പുറത്ത് മത്സ്യ കന്യകനും കന്യയും കിടക്കുന്നു. അതൊക്കെ സന്തോഷമല്ലേ. ഞങ്ങള് കടലിൽ ഉരുണ്ട് കഴിഞ്ഞിട്ട് അതുവരെ ക്യാമറമാനും എല്ലാവരും ഞങ്ങളെ താലിച്ച് കൊണ്ട് പിന്നെ ഇവര് മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ ഫുള്ള് പൂഴിയല്ലേ, ചളിയല്ലേ. ഇവരെ എന്റെ കാറ് കയറാൻ പറ്റില്ല. ഞാൻ എന്റെ ചെരുപ്പം പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മി എനിക്ക് ഹെൽപ്പിന് അവളുണ്ടായിരുന്നു. അവളുള്ളതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറാൻ വേറെ ആണുങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവളുള്ളതുകൊണ്ട് അപ്പം ഞങ്ങള് തിരിച്ചിങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ കുറെ കപ്പിൾ ഷൂട്ട് നടക്കുന്ന ബീച്ചാണ്. പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്, മറ്റേ
പ്രഗ്നൻസി ഇഷ്യൂ ഒക്കെ നടക്കുന്നത്. അവരൊക്കെ പോകുമ്പോൾ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നു. പിച്ചക്കാരെ പോലെ ഞങ്ങൾ ഒന്നാള് പോയി കുടിയൊക്കെ കഴിഞ്ഞേ അടിപൊളി അതിന് സൗകര്യം കിട്ടി. അതല്ല പ്രതീക്ഷന് ആ കമന്റ് മാത്രമേ സ്ട്രൈക്ക് ചെയ്തുള്ളൂ. അതുക്കും മേലെ എന്തൊക്കെ കമന്റ് അതുക്കും വെറൈറ്റി ഉണ്ടായിരുന്നു. നല്ല എന്താ വെച്ചാ അതിനെ സംബന്ധിച്ച് നല്ല കമന്റുകളായിരുന്നു. കമന്റ് മോശം കമന്റ് അല്ലേ പറയുന്നത്, നല്ല കമന്റ് ധാരാളം സിനിമാറ്റിക് സ്റ്റൈലിൽ ചെയ്തു. ഡയറക്ടേഴ്സ് വിളിച്ച് അഭിനന്ദിച്ചവർക്ക് ഒരൊറ്റ ഒരു അങ്ങനെ വിഷ്വൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് പ്രേക്ഷകര് സംഭവം അങ്ങനെ റീല് കയറി കത്തി കേരളത്തെ കത്തിച്ചു കത്തിച്ച് ഇപ്പോഴത്തെ ആ സാധനം എടുത്ത് അതിന്റെ ക്വാളിറ്റി 9 മില്യന്റെ മുകളിൽ 9 മില്യൺ ഒക്കെ കഴിഞ്ഞത്. എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ ഈ പാട്ട് കേട്ട നമ്മൾ ആരും ദിലീപിന്റെ ചന്തുപൊട്ട് ഉറക്കില്ല. അത് മോള് പറഞ്ഞ കറക്റ്റ് ആണ്. എന്താ വെച്ചാൽ ഞാനത് ചെയ്ത ഒരാളെ മേന്മ കാണിച്ചുകൊണ്ട് പറയല്ല, ശരിക്കും എന്നോട് 1-2 ആള് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പേരും കൂടി ഇട്ടിട്ടുണ്ട്. 2ാമത്തെ 3ാമത്തെ റീൽ ശേഷം ഞങ്ങൾക്ക് വേറൊരു പേര് കൂടിയിട്ടുണ്ട്, കുട്ടൂസനും ഡാഗിനി. സത്യമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഡാഗിനെ കുട്ടൂസനൊക്കെ. ഞാൻ ബാലരമയുടെ ഫാനായിരുന്നു. സോ എനിക്ക് ഡാഗിനെ എന്ന് വിളിച്ച എനിക്ക് സന്തോഷമാണ്. കുട്ടൂസൻ എന്താ എനിക്ക് സന്തോഷമാണ്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും റോട്ടിൽ നിന്നിട്ട് ഒരു വീഡിയോ ഉണ്ട്. അത് എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണം. സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ? രാവിലെ ഞങ്ങള് ഓട്ടോറിക്ഷ പോയി. എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് അത്ര ഇതുള്ള ആൾക്കാരല്ല നമ്മൾ അവരോട് സഹകരിച്ചത്. എന്താ വെച്ചാൽ നമുക്ക് കുറെ ബുദ്ധിമുട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ മാക്സിമം അവരോട് സഹകരിച്ച് ചെയ്ത കാലമാണ്. അപ്പൊ അവര് ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചെന്ന് ഓട്ടോറിക്ഷ 3-4 ആൾക്കാർ കുത്തി കയറിയിരിക്കുക പോയത്. അത് മോശമായിട്ട് പറയില്ല, ഓട്ടോറിക്ഷ മാറേണ്ട അവസ്ഥ മാറി. സത്യം ഒരു പക്ഷെ 8 ലക്ഷത്തോളം ആൾക്കാർ ആൽബം കണ്ടിട്ടുണ്ട്. നല്ല അഭിപ്രായം വന്ന ആൽബമാണ്. അപ്പം അതില് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രണയാദൂരം എന്താ പറയാ പ്രണയപരാശമായി. അതായത് ഇവളിങ്ങനെ ഒരു പിണങ്ങി പോകുമ്പോ ഞാൻ പിറയിൽ ഇങ്ങനെ ഒരു വട്ടം കണ്ണിങ്ങനെ പോവാ. ആ സാധനം റോഡിന്റെ സൈഡിൽ നിന്ന് എടുത്തതാ. അപ്പം ആ വഴിക്ക് ഞങ്ങളെ ഡാൻസേഴ്സ് 2 പേരോട് ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ ബൈക്ക് എടുത്തിട്ട് ഇവരെ പുറകെ പോയിട്ട് എന്തോന്നാണ് ഇത് ചോദിക്കണം എന്ന് പറഞ്ഞു. അതാണ് അവിടെ ചെയ്തത്. പാർട്ട് ഓഫ് ആൽബം ആണ് വന്നത്. അങ്ങനെ പുള്ളിക്കാരൻ ഈ ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ഒരു കട്ട് പീസ് റീലായിട്ട് പോസ്റ്റ് ചെയ്തു. അതിൽ പറയും രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന ആൽബം പലവട്ടം കണ്ടാൽ റിലീസ് ആണ്. അങ്ങനെ കൊടുത്തതാണ് കുണി. അങ്ങനെ ഏതോ ആൾക്കാർ ഇതെടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ദാസേട്ടൻ കോഴിക്കോട് രേണു സുധി പിടിച്ചു. സംഗതി അറിഞ്ഞ സ്പോട്ട് ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. അപ്പൊ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടി ആ രീതിയിലേക്ക് എനിക്കൊരു മോശമാണ്. ഞാൻ ഇയാളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, രേണുവിനെ വിളിച്ച് കാര്യം. പോലീസ് അപ്പോൾ ഞങ്ങൾ റെഡി അവർക്കൊക്കെ കാര്യം. ഈ ഒരു സംഭവം നമ്മൾ ഈയിടെ ഞാനൊരു വ്ളോഗറിന് അറിയാലോ, വ്ളോഗറിനെതിരെ ഒരു കേസ് കൊടുത്തായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ വ്ളോഗർ വന്ന്, ഞാൻ അന്ന് ചെന്നില്ലായിരുന്നു, എന്റെ പപ്പയാണ് ചെന്നത്, ഞാൻ ഷൂട്ടിലായിരുന്നു. വ്ളോഗർ അന്നേരം ഈ പോലീസുകാർ ചോദിച്ചപ്പോ ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പുള്ളി പറയണേ, ദാസേട്ടൻ എന്ന് പറയുന്നൊരു പുള്ളിയും രേണു സുധിയും കൂടെ റോഡിൽ ഡാൻസ് കളിച്ചില്ലേന്ന്. അപ്പൊ ചേട്ടാ നിനക്കെന്തിനാണ്, നീ എന്തിനാ അതൊക്കെ തിരക്കുന്നത്? അവര് ഡാൻസ്, എന്നെ കൊച്ചല്ലേ, അവര് ഡാൻസ് കളിക്കട്ടെ. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചാനലുകാർക്കും പത്രക്കാർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ആവശ്യമില്ലാതെ എങ്ങനെ ഇപ്പോഴും അത് കുത്തിപ്പൊക്കുന്നു. അതല്ല ഞാൻ പോലീസ് സ്റ്റേഷൻ അത് പറഞ്ഞത്. കോഴിക്കോടുള്ള ഒരു പുള്ളിയില്ലേ ദാസേട്ടൻ, കൊറേ എന്താ പറയാ കൊറേ യൂട്യൂബർ നമ്മൾ ഇത് പറയില്ല, എന്താ പറയാ ബോട്ടണി പഠിച്ചിട്ടുണ്ട്. ബോട്ടണി അതായത് സ്വന്തമായി വളരുന്നുണ്ട്, മറ്റോളെ ചുറ്റിപ്പറ്റി വളരും, ഇത്തിക്കണ്ണി. അതായത് ഇങ്ങനെ കാണാം. അതേപോലെ യൂട്യൂബേഴ്സ് ചില ആൾക്കാർ എന്ത് വിവാദം ഉണ്ടായാൽ അത് എങ്ങനെ കുറച്ചുകൂടി മാക്സിമം വിവാദത്തിലാക്കാൻ അതിനെക്കൊണ്ട് കഞ്ഞി കുടിക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. കഞ്ഞി അവർ ചെയ്തോട്ടെ, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് ചെയ്യുന്നതിന്, അതിലുണ്ട്. പറഞ്ഞു എന്നെ എന്ത് കുട്ടൂസം, എന്നെ എന്ത് വേണം, എനിക്കൊരു വിഷയമല്ല. ഏറ്റവും കൂടുതൽ ബോഡി ഷേവിംഗ് നടന്ന എനിക്ക് കിട്ടിയിട്ടുണ്ട് ധാരാളം. എന്നോട് എന്നെ ചോദിച്ചിട്ട് താങ്കൾ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, നിങ്ങൾക്ക് ജോലി, ഞാൻ ജോലി ചെയ്ത് കൃത്യമായി ജീവിക്കുന്നുണ്ട്. എനിക്കത് യാതൊരു ഇതില്ല കേട്ടോ. പിന്നെന്തുവാണ് ഡാഗിനി, ഇപ്പോഴത്തെ പുതിയ സാധനമാണ് ഡാഗിനി അമ്മ. എനിക്ക് ഇവരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം പല്ലി ഒരു ജീവിയാണ്, ഓന്തൊരു ജീവിയാണ്. ഇവർക്കൊക്കെ എന്തെത്ര ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ജീവികളെ നിങ്ങൾ സന്തോഷിക്കൂ, അഭിമാനിക്കൂ ജീവികളെ. എനിക്ക് ഒരു ചേഞ്ച് ആൽബത്തിന് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങളൊരു ഡാൻസ് കളിച്ചു, ഞാനൊരു കൂടി. ഓർമ്മ ഉണ്ടോ? നമ്മൾ ആ എറണാകുളത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന അതിന്റെ അടിയില് ഒരു പയ്യൻ വളരെ മോശമായിട്ട് എന്റെ അമ്മയോടെ പറഞ്ഞു. അപ്പം
സാധാരണ എന്റെ വൈഫ് എന്താ ചെയ്തത്, കമന്റുകൾ കണ്ട് വൈഫ് ആസായിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ വൈഫ് പറയാം ആസായിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണം, എന്താ ആയിക്കോട്ടെ. ഇത് കണ്ട സമയത്ത് എൻ്റെ വൈഫ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് കുറച്ച് മോശമാണ്. വൈഫ് പറഞ്ഞു നിങ്ങൾ എന്താ വേണ്ട ചെയ്തു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഇവന് മെസ്സേജ് അയപ്പിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഒരു വർക്കുണ്ട്, ഒരു മൂവിയുടെ വർക്കുണ്ട്. ചാറ്റ് ചെയ്യാൻ തുടങ്ങി, നമ്പർ കിട്ടി, പോലീസ് നമ്പർ കൊടുത്ത്. പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് പൊക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കോഴിക്കോടെ കൊണ്ടുവരണം ചോദിച്ചു. നമുക്ക് ഇവന് ഷുഗർ വന്നിട്ട് കാല് എന്തോ വയ്യാതെ കിടക്കുന്ന അവസ്ഥ. അങ്ങനെ ഇവൻ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ വൈഫാ സംസാരിച്ചോനോട്. അമ്മ ചേച്ചി ക്ഷമിക്കണം, ഞാൻ 2-3 ബിയർ അടിച്ച് എൻ്റെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പറഞ്ഞ ചേച്ചി ക്ഷമിക്കണം, എൻ്റെ ഭാര്യ വരെ എന്നെ നോക്കാതെ പോയതാ ചേച്ചി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കിടന്ന ചേച്ചി ഭയങ്കര കർച്ചിലും പിടിച്ചില്ല. എനിക്ക് പിന്നെ ഒരാൾക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ അവസ്ഥ നമ്മളൊന്നും ചെയ്യൂല. ഞാൻ പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാൻ SI നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞ ഒന്നും വേണ്ട, അത് ഓർമ്മിപ്പിക്കല നമ്മൾ. എന്നുവെച്ചാൽ അത്രയും വൾഗർ കമന്റ് ആണത്, സാറ കമന്റ് വളരെ മോശമായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കമന്റുകളൊക്കെ ഒരു പരിധി വരെ, അല്ല എന്തും നമുക്ക് ഒരു പരിധി വരെ ആവാം. പോട്ടെ, ഒരു 80% ആയിക്കോ, 100-ലേക്ക് വരാൻ പാടില്ല. 100-ലേക്ക് വന്നാൽ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും പ്രതികരിക്കാൻ ശക്തിയുള്ള ആളാണ് രേണുവിന് പ്രതികരിക്കുക, എനിക്കും പ്രതികരിക്കുക. ഈ ചെണ്ടയ്ക്ക് കൊട്ടുമ്പോഴേ കൊട്ടിക്കോടിരിക്കാന്ന് പറയല്ലേ, അത് ശരിയല്ല. അതാണ് രേണു ആ യൂട്യൂബർക്കെതിരെ പ്രതികരിച്ചത്. എനിക്ക് തോന്നുന്നു ക്ഷമ കെട്ടിട്ടാണ് പ്രതികരിച്ചത്. നമ്മള് 3 പേരും ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു സന്തോഷ വാർത്ത പറയാം. ഞങ്ങൾ 3 പേരും ഒരു അടിപൊളി മൂവിയിൽ നല്ല ക്യാരക്ടർ വേഷം ചെയ്യുന്നുണ്ട്. മൂവിയുടെ പേര് ഫാമിലി സർക്കസ്. സാറിന്റെ പേര് ഡയറക്ടർ സാറ് നിതീഷ് കെ നായർ സാർ, നമ്മുടെ ചേഞ്ചിന്റെ ഡയറക്ടറാണ്. പിന്നെ അതുപോലെ പുതിയൊരു സിനിമയിൽ ഫാമിലി സർക്കസിൽ ഞാനും പ്രതീഷുമാണ് കോംബോ ചെയ്യുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ആണ് അഭിനയിക്കുന്നതെന്നാണ് സാർ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ ദാസേട്ടൻ അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. എല്ലാം കൊണ്ട് സന്തോഷമായിട്ടുള്ളൊരു നിമിഷമാണ്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ അതിന് അഭിനയിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ, അല്ലേ? ഞങ്ങൾ ഗുരുതുല്യന്മാര് ശിവജി സാറുണ്ട്, അതുപോലെ TG രവി സാറുണ്ട്, അല്ലേ? സാറുണ്ട്, നിഷ സാരംഗി ചേച്ചിയുണ്ട്, ഒരുപാട് പേര് അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ശ്രീജിത്ത് ചേട്ടനുണ്ട് ഗസ്റ്റ് റോളിൽ. അതിന് ബാമ വരുന്നുണ്ട്, ബാമേച്ചി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ഈ നിലയ്ക്ക് എത്തിച്ച് ഈ സിനിമയെ വൻ വിജയമാക്കി തീർക്കാൻ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പറയുന്നു. അപ്പൊ പ്രതീക്ഷേട്ടനിലേക്ക് കടക്കുമ്പോ ഇവരുടെ ഈ റീലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കണ സമയത്താണ് രേണു ദാസേട്ടൻ കോഴിക്കോടൊക്കെ ഇങ്ങനെ കത്തി നിൽക്കണ സമയത്താണ് രേണു ചേച്ചിയുടെ പേരായിട്ട് കോഴിക്കോട് ഭാഷ എങ്ങനെ വന്നിടേ പറഞ്ഞിട്ട് പോണാ എന്തെങ്കിലും സാധനം ഇട്ടാ അങ്ങനെ പോയില്ലേ? ആ പോണ സമയത്ത് അങ്ങനെ ഒഴുക്കിൽ വന്ന് ഇടയിൽ നോക്കി രേണു ചേച്ചിയായിരുന്നു. സിമ്പിള് ഇത്രേ ഉള്ളു. ഞാന് രേണു ചേച്ചിട്ട് ഫസ്റ്റ് എന്നെ ഡയറക്ടർ വിളിക്കണമെന്ന് ഒരു ആൽബത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജിന്ന് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഈ കരിമിഴി കണ്ണാലിന്റെ ആൽബത്തിൽ വിളിച്ച്. ഫസ്റ്റ് വിളിച്ചു പറഞ്ഞ നായികയുണ്ട്, പ്രതീക്ഷ ഞാൻ നായകൻ പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നു, അമ്മയുണ്ട്, വൈഫൊക്കെ ഉണ്ട്. രേണു സുധിയാണ് നായിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടി സൈഡിലേക്ക് കുറച്ചേരത്തേക്ക് വണ്ടി സൈഡാക്കിട്ട് നിർത്തി. സാറേ പറയുക പറഞ്ഞു. അപ്പൊ എന്റെ പറഞ്ഞു വിവാദങ്ങളൊക്കെ ഉണ്ടാവും, ഫസ്റ്റ് ഇതാണ് വിവാദങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ വിവാദങ്ങളോ അല്ല രേണുസുതിയാണ്. ആ ശരി ഓക്കെ. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആക്കിയ അമ്മ നീ നടന്നോ, നീ ചെയ്തോ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ടൈം ആളിനെ കണ്ട സമയത്ത് ഞാൻ ഒരു അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. സ്റ്റക്കായി ഭയങ്കര ടെൻഷനായിട്ട്. നമുക്ക് അറിയത്തില്ല രേണുസുതി പറഞ്ഞാൽ ഒരാളിങ്ങോട് പറഞ്ഞാൽ 4 തിരിച്ചു പറയുന്നുണ്ട്. നമ്മൾ സംസാരിച്ചിട്ട് വല്ലതും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഭഗവാൻ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് തെറിയേക്കോ എന്നുള്ളത് അതൊക്കെയാണ് ടെൻഷൻ. ചേച്ചി എടുത്ത് ചോദിച്ചു, എടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്റെ അഭിനയിക്കുന്ന പ്രശ്നമുണ്ടോ, ടെൻഷൻ ഉണ്ടോ നിനക്ക്? ഇല്ല. പിന്നെ കുറച്ചൊക്കെ ആയി, പിന്നെ റെഡി ആയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ വീണ്ടും ടെൻഷൻ. രാവിലെ നമുക്ക് മീഡിയക്കാരൊക്കെ വന്ന് വല്ല ഈ ചക്കം മുളഞ്ഞ് ഈച്ച പോയി ഒറ്റ പൊതിയിലും. അപ്പൊ ഒന്നുകൂടെ ടെൻഷനായി. പിന്നെ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ചേച്ചി ചോദിക്കും, എടാ നീ ഓക്കെയാണോ, ഈ ഷോട്ടിന് റെഡിയാണോ, ഇങ്ങനെ ചെയ്താൽ നിനക്ക് പ്രശ്നമുണ്ടോ? ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു പിന്നെയാണ് മനസ്സിലായത് ഈ കാണുന്നതല്ല ആള് എന്നുള്ളത്. നമുക്ക് ആ പരിചയപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ആളിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പൊ അതിനുശേഷം ഒരു 8-9 വർക്ക് മറ്റു ചെയ്തായിരുന്നു. അപ്പൊ കണ്ടിന്യൂസ് വർക്ക് അതിന് ശേഷം ചേച്ചിയായിട്ട് കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ ലക്കി കോയിൻ നോക്കിയില്ല, നമ്മള് പെട്ടെന്ന് അങ്ങനെ ലക്കി കോയിനെ ഞാൻ നോക്കുകയാണെങ്കിൽ. പ്രതിഷേധന്റെ ലൈഫിലെ ഒരു ലക്കി ചാമായിരുന്നു രേണു ചേച്ചി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ജനറേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. നമ്മൾ റീച്ച് വന്നെങ്കിൽ കൂടി നമുക്ക് ആ ഒരു
പ്ലാറ്റ്ഫോമിൽ നമ്മളും നമ്മൾ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആദ്യമായിട്ട് കരിമിഴി കനാലിലൂടെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് പ്രതീക്ഷ അറിയില്ല എന്നുള്ള കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരുമിച്ച് പോകുമ്പോഴാണ് നീ അവിടുന്ന് കോള് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ തോന്നുന്നത് ഇവിടെ അവിടുന്ന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ നമസ്കാരം ഞാൻ ചെയ്യുന്ന ഒരു പുതിയ ആൽബം കരിമണി കണ്ടാലും ജിന്നു. അപ്പൊ ഞാൻ ഡയറക്ടറെ ഞാൻ അല്ലല്ല അതല്ല ഡയറക്ടറിനെ വിളിച്ച് സംസാരിക്കുവാണ്. അപ്പൊ നായകൻ റെഡി ആയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ രേണു സുധി അഭിനയിക്കുന്നത് ഏത് നായകനാണ് അവനോട് പറഞ്ഞത് ഫാമിലിയൊക്കെ ഉള്ളതാണോ ദാസനുണ്ടെന്ന് ഞങ്ങളൊരു വർക്ക് കഴിഞ്ഞിട്ട് പോവാ രേണു സുധി അഭിനയിക്കുന്ന വൈഫൊക്കെ ഉള്ളത് കുടുംബവും കുട്ടികളും ഉള്ളതോ ചെക്കനാണെന്ന് പറഞ്ഞേക്ക് കേട്ടോ. നമ്മൾ ഈ ഇതിന് മുന്നേ ജാഗ്രത എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പട്ടിയുണ്ട് സൂക്ഷിക്കാൻ രേണു സുധി കൊണ്ട് സൂക്ഷിക്കുക കൂടെ അഭിനയിക്കുമ്പോ സൂക്ഷിക്കുക. അപ്പൊ അന്നേരത്തേനാണ് ഡയറക്ടറോട് ഇല്ല അവന്റെ ഫാമിലി പക്കയാണ് അവൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ദാസേട്ടന് വേണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത്. നിങ്ങൾ 3 പേരും കൊണ്ട് ഇരുത്തി ചോദിക്കുകയാണ് രേണു സുധിയുടെ കൂടെ അഭിനയിച്ച് നിങ്ങളുടെ കുടുംബം തകർന്നു പോകും അല്ലെങ്കിൽ തകർന്നു പോയി എന്നുള്ള രീതിയിലാണ്. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇവിടെ വരുത്തണം നിങ്ങൾ എല്ലാവരും. അതിന് മുന്നേ ഞാനൊരു കാര്യം ഇതെന്റെ സ്വന്തം ചേട്ടൻ ഇതെന്റെ സ്വന്തം രേണു സുധിനോട് റീൽസും ആൽബംസും ഒക്കെ അല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. വേറെ സീരീസ് ഒന്നും അല്ലല്ലോ. ഞാനൊരു ആക്ടറാണ്. എന്റെ വൈഫിന് അറിയാൻ ഞാൻ അഭിനയിക്കുന്ന ആളാണ്. അത് ആൽബം ആണെങ്കിലും സിനിമയാണെങ്കിലും റീലാണെങ്കിലും അഭിനയം ഒരേപോലെയാണ്. സിനിമ കാണാൻ നമ്മൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകണം. റീൽ കാണാൻ മൊബൈലിൽ തോണ്ടിയാൽ മതി, ചാർജ് ചെയ്താലും മതി. സത്യമില്ല പറഞ്ഞത് ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന മുഖങ്ങളാണ് റീൽസുള്ള ആൾക്കാരുടെ മുഖങ്ങളാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. പക്ഷേ ഈ ഇതിനകത്തും ഒരു കോംബോ അല്ലെങ്കിൽ ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് രേണുസുധി പ്രതീക്ഷ രേണുസുധി ഈ ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാൻ എല്ലാവരെ കൊണ്ട് സാധിക്കത്തില്ല. അത് ഒരു പ്രത്യേക ഒരു സമയം ഒരു പ്രത്യേക ഒരു ഇത് വേണം അതിന്. അത് പ്രേക്ഷകർ അംഗീകരിച്ചു. അതിന് ഞാൻ ഒരുപാട് താങ്ക്സ്. കാരണം അതിനുള്ള ഉദാഹരണമാണ് ദാസേട്ടനെ എവിടെ വെച്ച് മീഡിയാസ് ആരിൽ കണ്ടു രേണുസുധി എന്തിയെ രേണുസുധി എവിടെ പ്രതീക്ഷ ഒരു കല്യാണത്തിന് പോയ സമയത്ത് ഒരു പ്രായമുള്ള അമ്മമ്മ എനിക്ക് തോന്നുന്നു സീരിയലൊക്കെ കാണും അമ്മമ്മ അങ്ങനെ മൊബൈൽ ഉപയോഗിക്കാത്ത അമ്മമ്മയാന്ന് എനിക്ക് തോന്നുട്ടോ. എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാ രേണുവിന് സുഖല്ലേ അപ്പൊ സുഖാണ് രേണുവിന് സുഖല്ലേ ദാസ. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും പ്രതീക്ഷേട്ടന്റെ രേണു ചേച്ചിയുടെയും കോമ്പോ വന്നപ്പോ എല്ലാവരും പറഞ്ഞു ആ രേണു ചേച്ചിയും ദാസേട്ടനും തെറ്റി അവര് തമ്മിൽ മോഹൻലാലും ശോഭനെ അഭിനയിക്കുന്നത് മമ്മൂട്ടി ശോഭനെ അഭിനയിക്കുന്നത് മോഹൻലാൽ എന്താ പ്രശ്നമുണ്ടോ? ശോഭന സുരേഷ് ഗോപിന്റെ ഭാര്യയായിട്ടാണ് മണിച്ചിത്രത്തിൽ അഭിനയിച്ച് ലാലേട്ടന്റെ പ്രശ്നം വന്നോ? ഇല്ലല്ലോ. അതേപോലെ അങ്ങനെ കണ്ടാ മതി അല്ലേ? നമുക്കൊരു ചേച്ചിക്ക് നല്ല വർക്ക് കിട്ടുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് വർക്ക് കിട്ടുന്നു, നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മള് ഒരു വർക്ക് കിട്ടുന്ന അത്രയും സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. ഇപ്പൊ ചെറിയൊരു ഷോർട്ട് ഫിലിം ആണെങ്കിലും വലിയൊരു മൂവിയിലാണെങ്കിലും വേഷം കിട്ടുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഞാനൊക്കെ 5 വർഷമായി ഒരു മൂവിക്ക് എങ്ങനെയെങ്കിലും കയറണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ട്രൈ ചെയ്തോണ്ടിരിക്കണം. ഓരോ ഓഡീഷനിലൊക്കെ പോയിട്ട് 5 വർഷത്തെ പരിശ്രമത്തിലാണ് ഇപ്പൊ ഒരു മൂവിയിലേക്ക് നല്ലൊരു റോളിലേക്ക് എനിക്ക് വിളിച്ചേക്കുന്നത്. കാരണം ഞാനത് ആ സമയത്ത് മടിച്ചിരുന്നാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ രേണു ചേച്ചിയുടെ അഭിനയിക്കുന്നത് അയ്യോ വേണ്ട എനിക്ക് നെഗറ്റീവ് കേട്ടുമ്പോൾ ഞാൻ ഇരുന്നാണെങ്കിൽ ഞാൻ അപ്പോഴും ഈ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ. കാരണം എനിക്കിപ്പോ അത് ഭയങ്കരമായിട്ട് ഒരു ഓപ്ഷൻ ആയിരുന്നു. കാരണം നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു 2025 നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ആൾക്കാർ കൂടുതൽ വരുന്നത്. അത് വേണം എന്നല്ല പറയുന്നത്. വെറുതെ വഴി കൂടെ പോകുന്ന ഒരുത്തരം കല്ലെടുത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുകയല്ല പറയുന്നത്. ചില അങ്ങനെ ചിത്രീകരിക്കും ചില ആൾക്കാർ. നല്ല രീതി ചെയ്താൽ ആ രീതി ചിത്രീകരിക്കും. അപ്പൊ ആ ചിത്രീകരിക്കുന്ന ആൾക്കാരെ വിമർശിക്കാനോ ചീത്ത പറയാനോ പോകണ്ട. അത് നമുക്ക് ഗുണം ഉണ്ടാവും, കുറച്ച് ഗുണം നമുക്കുണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ അല്ലേ. ഇപ്പം രേണുവിന്റെ വേള ഒരു മല്ലു പപ്പർ എന്ന് പറഞ്ഞ ടീം രേണുവിന്റെ അപ്പൊ അത് രേണുവിന് മൈലേജ് ആണ്. അത് എന്താ അവർക്ക് ഗുണം കിട്ടി. രേണു എവിടെയോ പറഞ്ഞു എനിക്ക് തോന്നുന്നു അവരെന്നെ കൊണ്ട് ജീവിച്ചോട്ടെ. ഇല്ല നമ്മള് കാരണം ഒരാൾക്ക് ഉപകാരമാണോ ഉപകാരമായിക്കോട്ടെ. കേരളത്തിലെ എത്ര മീഡിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. രേണിച്ചേച്ചി വരുന്നുണ്ടോ? ഞാൻ പുതിയ ചാനൽ ഇനിയിപ്പം ലോക സുന്ദരിമാരെ കൊണ്ട് നിർത്തിയാലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ജേണസിനെ വേണം എന്തായാലും. കൊള്ളാം. ഞാൻ ചുമ്മാ പ്രതീക്ഷയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ പ്രതീക്ഷയുടെ ഫാമിലി വൈഫ് ആയിക്കോട്ടെ ചേച്ചിയായിട്ട് ഭയങ്കര കൂട്ടാണ്, കമ്പനിയാണ്. അതിനെതിരെ വരെ ട്രോള് വരുന്നുണ്ട്. ഇവര് മീഡിയനെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നത് അവര് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള. ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്യണക്കാട്ടി കൂടുതൽ വൈഫായിട്ടാണ് കൂടുതൽ സംസാരിക്കുക. അപ്പൊ എന്റെ അടുത്ത് വിളിക്കാൻ എന്തെങ്കിലും വർക്കിന്റെ കാര്യങ്ങൾക്ക് മാത്രമേ ചേച്ചി എന്നെ കോൺടാക്ട് ഉള്ളൂ. ഇവര് കഴിച്ചോ, എവിടെയാണ്, ഇന്നെന്താ പണി, വീട്ടിൽ അടിച്ചു വരിയോ തുടച്ചോ, അങ്ങനെയുള്ള വർത്താനം ഇവര് സംസാരിക്കുന്നത്. അത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ എന്താണ് ഇതൊക്കെ വെറുതെയാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ചേച്ചി ചാറ്റ് ലിസ്റ്റോ അവരുടെ സംസാരം നോക്കിയാൽ തന്നെ അറിയാം. ചിലപ്പോൾ ഞാൻ വിളിക്കും ആരുടെ
രേണു ചേച്ചി വിളിച്ചോണ്ടിരിക്കും. അവരെന്ത് ചെയ്യാ മോളെ? ചേട്ടൻ പ്രതീക്ഷേട്ടൻ പുറത്തിറങ്ങിയ മോളിലുണ്ട്, ചേട്ടൻ വർക്കില്ല. ശരി, നമുക്ക് സംസാരിക്കാം. ഒരു അരമണിക്കൂറോളം ഞാൻ അധികം ഒത്തിരി സംസാരിക്കത്തില്ല, എങ്കിൽ പോലും വല്ലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു എന്തെങ്കിലും വിഷയമുണ്ട്, ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ തന്നെ ഞങ്ങളത് ചിരിച്ച് കളിച്ച് അതിന്റെ രീതിയിൽ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു. എന്താണ് അവളിപ്പോ ജിമ്മിൽ തുടങ്ങിയിട്ടുണ്ട് മൂപ്പര്. ഈ ഓരോ ആൾക്കാരും പറഞ്ഞപ്പോൾ ഏട്ടാ ഞാൻ തടി കുറയ്ക്കാം. രേണു ചേച്ചി വണ്ണമില്ല, രേണു ചേച്ചി അവൾക്ക് അമ്മൂന് വണ്ണമുണ്ട്. അങ്ങനെ അതുകൊണ്ട് പ്രതീക്ഷിന് അമ്മൂന് ഇഷ്ടമല്ല രേണു ചേച്ചിന്റെ ഫോണ്. അതുകൊണ്ടാണ് രേണു ചേച്ചി വീഡിയോ എടുക്കുന്നത്. ഇന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ രേണു ചേച്ചിയുടെ അപ്പുറത്തിപ്പുറത്തും ചേച്ചിയുടെ 2 വിവാദ നായകന്മാരെ ഇരുത്തിക്കൊണ്ട് ഒരു വിവാദമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. ഇവരിൽ 2 പേരിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? ഒരൊറ്റ ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ, ഒരൊറ്റ ഒരാളുടെ പേര്. അതെങ്ങനെ പറയാം? എനിക്ക് 2 പേരെ ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ എനിക്ക് പറ്റൂല. എന്തുകൊണ്ട് പറ്റൂ? ഇതൊരു ഗെയിം ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേര്, പക്ഷെ ഇത് മനസ്സിലായോ, ഇതൊരു ഗെയിം കളിയായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഒന്നെങ്കിൽ പ്രതീക്ഷ അല്ലെങ്കിൽ രാജേട്ടൻ എനിക്ക് പറഞ്ഞങ്ങ് വിടാം. പക്ഷെ ഇതെന്റെ ഉള്ളിൽ തട്ടി പറയേണ്ട കാര്യമാണിത്. ലാലേട്ടൻ, മമ്മൂക്ക, ഉള്ളിൽ തട്ടി പറഞ്ഞ 2 പേരും. അതുപോലെ എന്റെ ലാലേട്ടനും എന്റെ മമ്മൂക്കയാണ് ഇരിക്കുന്നത്. എന്റെ ലാലേട്ടനും എന്റെ മമ്മൂക്കയാണ്. ഇവരെ 2നെ ഒരുപോലെ എനിക്ക് ഇഷ്ടമാണ്. ഇതെന്റെ ചേട്ടൻ, ഇതെന്റെ അനിയൻ. ഞങ്ങള് 3 പേരും ഒരു വർക്ക് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലേ. രേണുവിന്റെ മോഹൻലാലും മമ്മൂട്ടി, എന്റെ ലാലേട്ടനും എന്റെ മമ്മൂക്കയും. ഒരു ഹരികൃഷ്ണൻ അല്ലെ, ഒരു ഹരികൃഷ്ണൻസ് ആണല്ലേ. ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് ഞങ്ങള് 3 പേര് ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരികയാണെങ്കിൽ അത് നല്ല ക്യാമറ ടൈപ്പ് സാധനമായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ മൊബൈൽ എടുത്തിട്ട് കാര്യമില്ല, പ്രൊഫഷണൽ സാധനം ഞങ്ങൾ ചെയ്യണം, പ്ലാൻ ചെയ്യുന്നത്. പ്രൊഫഷണൽ പ്ലാൻ നല്ല സ്ക്രീനിൽ അടിപൊളി ചുമ്മാ ഉള്ള സാധനമല്ല, അത് നമ്മുടെ ചാന്ത് കൂടെ കത്തിക്കും. കൂട്ടത്തിൽ ഇവരും കത്തി വരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ 3 പേരും ബിഗ് ബോസിലേക്ക് പോകുന്നുള്ള ഒരു റൂമർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇനി കുറച്ചു നാൾ കഴിയുമ്പോ ബിഗ് ബോസിൽ കേറിയിട്ട് പറയരുത് ഞങ്ങൾ അവിടെ. ചില കാര്യങ്ങള് പുറത്തു വരാനായിട്ടില്ല, പറ്റില്ല. അത്രേ ഉള്ളൂ. അല്ല അതെനിക്കല്ല, പുറത്തു വരാൻ പറ്റില്ല. ആൾക്കാർ ഹ്യൂമർ ഉണ്ടാക്കുന്നതാണ്. അത് നമുക്കൊന്നും ഇഷ്ടമാണോ? ബിഗ് ബോസ് പോകാൻ താല്പര്യമൊക്കെ ഉണ്ടോ? വിളിച്ചാ നമ്മള് പോകും. വിളിച്ചാ പോകും. വിളി വന്നിരുന്നോ? അതാ പറഞ്ഞ വിളിച്ചാ പോകും. വിളി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ചേച്ചി നന്നായി പാട്ട് പാടുന്നു. നമ്മള് പലരും തൊണ്ട ഇപ്പൊ 2 ദിവസമായിട്ട് ഇപ്പൊ എനിക്ക് തൊണ്ട വയ്യാത്തോണ്ട് ഇങ്ങനെ പറയുന്നു. ചേച്ചി 2 നായകന്മാരെ ഇരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടണ്ടേ? അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് 3 പേർക്കും കൂടെ പാടാം. 3 പേരും കൂടി ആണെങ്കിൽ അത്രയും സന്തോഷം. ഏതാ പാടണ്ടേ? പ്രതിഷേധനും പാട്ടൊക്കെ പാടും അല്ലേ? ഞങ്ങളോട് മൂളിക്കോ, മൂളിപ്പാട്ട് പാടിക്കോ, ഞങ്ങളോട് മൂളിക്കോ. ഞങ്ങള് പാടാൻ നീ മൂളിക്കും. ഓക്കെ, മണിച്ചേട്ടന്റെ പാട്ട് പാടല്ലേ? ഓക്കെ, ഏതാ? തുടങ്ങി, ദാസൻ തുടങ്ങി. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട ഓമനപ്പൂമുഖം വാടിയിടണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ്മ നൽകാം. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളു കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കലെ വേലായുധാ, എന്റെ മോളെ കഷ്ടത്തിലാക്കലെ വേലായുധാ. പകല് മുഴുവൻ പണിയെടുത്ത് പിന്നെ ഒരു വൈറൽ ആയിട്ടുണ്ടായിരുന്നു കണ്ടന്റ് ആയിരുന്നു, ചേട്ടൻ ചേച്ചിക്ക് ചോറ് വാരി, അല്ലെ ചേച്ചി ചേട്ടന് ചോറ് വാരി തന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിന് ശേഷം ഉണ്ടല്ലോ ഏതെങ്കിലും കുട്ടികൾക്ക് അമ്മമാര് വാരി കൊടുത്താൽ കാണുമ്പോ ടെൻഷൻ. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ദാസേട്ടൻ ഞാൻ വാരി കൊടുക്കുന്നില്ല ചോറ്. അത് ഭയങ്കരമായിട്ട് വിവാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മള് ശരിക്ക് അത് പറഞ്ഞ ആൾക്കാർ അടി കൊടുക്കുന്ന രീതിയിൽ ഞാനും വൈഫും ചേച്ചിയും കൂടി ഉള്ള സമയത്ത് 2 പേർക്കും വാരി കൊടുത്തു. പറയുന്നവരുടെ പേര് ഞാൻ പറഞ്ഞില്ല, കാരണം അവർക്ക് എന്തിനാ പ്രമോഷൻ ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഒരു ചേച്ചി എന്ന രീതിയിലാണ് ഞാൻ ആ ചേച്ചി എനിക്ക് വാരി തരാണെങ്കിലും ആ ചേച്ചിക്ക് ഞാൻ വാരി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രതീഷിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നില്ല, രേണു ചേച്ചിക്ക് വാരി കൊടുത്തു. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നത് മീഡിയക്കാരൊന്നും കവർ ചെയ്യുന്നില്ല. ഒന്നാമത്തെ ഞങ്ങളുടേതായ പേഴ്സണലായ സമയത്ത് ഞങ്ങൾ പല സമയത്തും അവൾ എനിക്ക് വാരി തരാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും വർക്കിന്റെ തിരക്കിൽ അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ വർക്ക് ചെയ്യുന്നത്,
അപ്പൊ ചെയ്യുമ്പോ അവൾ എനിക്ക് നീ ഒരു വരുന്നത്. കാര്യം ചെയ്യ്, അങ്ങനെ ചെയ്യുമ്പോ അവരെ ആ പറഞ്ഞവരെ ആ. വിളിച്ച് ആ. അറിയിച്ചിട്ട് വേണം നീ വാരി കൊടുക്കാൻ. പിന്നെ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ക്യാമറയ്ക്ക് മുന്നിലാണ്, പിന്നിലല്ല. എനിക്ക് വരുന്നതാണ് ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ വേറെ വല്ല ഹോട്ടലിൽ പോയിട്ട് ഒരു റൂം എടുത്തിട്ട് കഥ കളിച്ചിട്ട് വാരി കൊടുത്തതല്ല ഞങ്ങൾ തമ്മിൽ. മനസ്സിലായോ? അങ്ങനെ കുറെ വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ശരിക്കും മറുപടി നമ്മൾ കൊടുത്തായിരുന്നു. ഞാനാണ് വൈഫിന് ഭയങ്കര ദേഷ്യമായിരിക്കും അത് കണ്ടിട്ട് വൈഫ് തന്നെ വന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവിടെ നിന്ന് വിട്ടു. വൈഫിന്റെ മുന്നിലാണ് വാരി വൈഫിന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ട്. വീട്ടിൽ വീഡിയോ കോൾ ആദ്യമായിട്ട്. വീഡിയോ കോൾ ആദ്യമായിട്ട് ഷാപ്പിന്റെ അതെ, ഷാപ്പിലെ പ്രണയം. വൈഫാണ് ഫുൾ സപ്പോർട്ട്. വൈഫുണ്ട്, എല്ലാരും അച്ഛനമ്മ നാട്ടുകാരൊക്കെ എല്ലാരും സപ്പോർട്ടാണ്. നാട്ടുകാരൊക്കെ ഭയങ്കര അച്ഛനും അമ്മയൊക്കെ എന്ത് സ്നേഹം. നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കഴിഞ്ഞ ചോദിക്കാറുണ്ട്. ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പോയായിരുന്നു അവരുടെ വീട്ടില്. അപ്പൊ മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. രേണു സുധീം, 2 വിവാദ നായകന്മാരും. അപ്പൊ ഒരുപാട് സന്തോഷം. ഇതിനിടെ ചറപറ കമന്റ്സ് വന്നോളൂ. അവൾ ഒരെണ്ണത്തിനെ പറ്റത്തില്ല, ഇപ്പൊ രണ്ടുപേരും പിടിച്ചോണ്ടിരിക്കുള്ളൂ. അങ്ങനെ എന്നെ വന്നോളൂ, ഒരു കുഴപ്പമില്ല. അല്ലേ ദാസേട്ടാ? അല്ലേ എന്ത് ചോദിച്ചാലും രേണു ചേച്ചിയുടെ കയ്യിൽ അതിന് വ്യക്തമായിട്ടൊരു ആൻസർ അയ്യോ ഞാനത് പറയില്ല. നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനോ അറിയാനുള്ള രേണു ചേച്ചിയോട് ധൈര്യമായിട്ട് ചോദിക്കാം. വ്യക്തമായ ആൻസർ രേണു ചേച്ചി പറഞ്ഞിട്ടുണ്ട് എവിടെയാണെങ്കിലും. അല്ലേ? അതൊരു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ കൂടെ പങ്കിടാൻ സാധിച്ചതിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രെയിം കാണാൻ സാധിച്ചതിൽ നിങ്ങൾ 3 പേരും കൂടിയിട്ടുള്ള ഒരു ഫ്രെയിം ഒരു സിനിമയായിട്ട് കാണാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവിക്കട്ടെ. പ്രതീക്ഷയും എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതെ, നല്ലൊരു ക്യാരക്ടർ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഈ ഇന്റർവ്യൂ കാണുന്ന നമ്മുടെ ഡയറക്ടർമാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാരും ഒരു വിളിക്ക് വേണ്ടി കാത്തിക്കും. ചാൻസ് അത്രേ ഉള്ളൂ. അതുപോലെ ദാസേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചാതി ഒരു വൈബ് മനുഷ്യൻ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെ വരെ സൈഡ് ആക്കുന്ന എനർജിയാണ് പാരമ്പര്യമായിട്ടുള്ളത്. അല്ല, ഞാനേ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന അപ്പൊ കുറച്ചായി പോകാൻ പറ്റുന്നില്ല. ഡെയിലി രാവിലെ ഒരു 60 പുഷപ്പ് ഞാൻ ചെയ്യും. പുഷപ്പ് എന്ന് പറഞ്ഞാൽ ഓൾ ബോഡിക്ക് കിട്ടുന്ന വ്യായാമമാണ്. കൈക്ക് മാത്രം കാലും അതെ. ഞാൻ രാവിലെ എണീച്ച് 2 നടത്തം നടന്നിട്ട് അത് നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ജോലിയൊക്കെ പടപടാൻ ചെയ്യാൻ പറ്റും. ആ ഒരു വൈബാണ്. ആ വൈബ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ദിനചര്യയിൽ കൂടി. രാവിലെ നടക്കാൻ പോകും, കുറെ ദൂരം നടക്കാൻ പറ്റില്ല. പുഷപ്പ് 50-60 പുഷപ്പ് ഞാൻ എന്തായാലും മസ്റ്റായി ചെയ്തിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ടീം മീഡിയയ്ക്കൊപ്പം പങ്കുചേർന്നത് മലയാളക്കരെ കാണാൻ ആഗ്രഹിച്ച ആ ഒരു ഫ്രെയിമാണ്. വിവാദ നായികയായ രേണു സുധിയുടെ 2 വിവാദ നായകന്മാർ. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെ 3 പേര് ഒരുമിച്ച് ഇങ്ങനെ ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റിയതിൽ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചതിൽ. അപ്പോൾ ദാസേട്ടൻ്റെ ആ ഒരു മെയിൻ ഡയലോഗില്ലേ, ആ ഡയലോഗോടുകൂടി പറഞ്ഞിട്ട് നമുക്കത് പൊളിച്ചെടുക്കാം.